സിനോജ്, ഇപ്പോൾ വേങ്ങേരിയിലെ വീടിന് മുകളിലേക്ക് മൺതിട്ട വീണ സ്ഥലത്താണ് ഇപ്പോൾ സിനോജ് ഉള്ളത്. എന്താണ് അവിടുത്തെ ഒരു കാഴ്ച? അതോടൊപ്പം റോഡുകളിൽ മരം കടപുഴകി വീഴുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. വാഹനങ്ങൾ പോകുന്ന സമയത്ത് റോഡിന് ഇരുവശത്തുമുള്ള മരങ്ങൾ വീഴുക വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. എന്താണ് ഇപ്പോൾ വേങ്ങേരിയിലെ കാഴ്ച, സിനോജ്? സ്മൃതി, അതായത് കഴിഞ്ഞ രാത്രിയിലാണ് വേങ്ങേരി കണ്ണാടിക്കൽ നേതാജി വായനശാലയ്ക്ക് സമീപമുള്ള ഷഫീഖിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഈ മൺതിട്ട ഇടിഞ്ഞു വീഴുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ സമയത്തും ചെറിയ തോതിൽ ഇടിച്ചിലുണ്ട്. അതായത് ഏകദേശം ഒരു 30 അടി ഉയരത്തിലുള്ള മൺതിട്ടയാണ്. ആ മൺതിട്ടയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇടിഞ്ഞ് വീടിൻ്റെ മുകളിലേക്ക് വീണിരിക്കുന്നത്. 2 വർഷം മുൻപ് നിർമ്മിച്ച വീടാണ്. ആ വീടിൻ്റെ മുകളിലേക്കാണ് ഇത്തരത്തിൽ മൺതിട്ട ഇടിഞ്ഞു വീണത്. ഇദ്ദേഹം ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം നീങ്ങിയ ഉടനെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മൺതിട്ട ഇടിഞ്ഞു വീണത്. അദ്ദേഹം തലനാരിയിരിക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. ഏതായാലും വലിയ മഴ കഴിഞ്ഞ 2 ദിവസമായിട്ട് കോഴിക്കോട് ജില്ലയിലുണ്ട്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഷഫീഖ് ചേരുന്നുണ്ട്. നിങ്ങൾ പുറത്തുണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ പുറത്തുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ മൂലയെ കൊണ്ട് കളയുമ്പോഴാണ് കളഞ്ഞ് ആ ഗ്രിൽസിൻ്റെ ഡോർ അടിക്കുന്ന സമയത്താണ് ശബ്ദം കേട്ടത്. വലിയ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് പൊട്ടുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് വീണ് കഴിഞ്ഞിരിക്കണം. എന്താ പെട്ടെന്നുകൊണ്ട് സംഭവിച്ചതെന്നുള്ള മനസ്സിലായും ചെയ്തില്ല. നല്ല മഴ ഉണ്ടായിരുന്നു. രാത്രി 11:30 വീടിൻ്റെ പുറവശത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ? അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഡോറിൻ്റെ അടുത്ത് ജാമായിട്ട് മണ്ണ് വന്ന് അടിഞ്ഞു കൂടിക്കുക. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. ഇപ്പോൾ രാത്രി തന്നെ ഫയർഫോഴ്സും പോലീസൊക്കെ വന്നിട്ട് ഇപ്പോൾ ഭീഷണിയായി നിൽക്കുന്ന ആ തെങ്ങാണ്. ആ തെങ്ങ് ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ട് നിൽക്കണ്ടല്ലോ. പിന്നെ കൂടുതലും മഴ ചെയ്താൽ ആ ഭാഗത്ത് കെട്ടുന്നതായിട്ട് വീഴും. നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തന്നെ വീഴും. ആ ബാക്കിൽ നന്നായിട്ട് പൊത്തായി കിടക്കുക. അപ്പോൾ ഈ തെങ്ങും ഈ മൂലയിലൊരു പനിയുണ്ട്. അത് കളയാനാണ് ഇപ്പോൾ സിസ്റ്റർമാരോട് പറയുന്നത്. കോളേജിൻ്റെ ഇവരോട് പറഞ്ഞത്. മുകളിൽ ആരുടെ സ്ഥലം? പ്രൊവിഡൻസ് കോളേജിൻ്റെ തോട്ടമാണല്ലോ. കോളേജിൻ്റെ ഓരോ കോൺവെൻറ്റും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള സ്ഥലമാണ്. ഈ മണ്ണിങ്ങനെ കട്ട് ചെയ്തിട്ട് കുറേ വർഷമായോ? 40 വർഷമായി. ഞാൻ ഇവിടെ 40 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ കാണുന്ന ഈ പൊസിഷനിൽ തന്നെ. വന്ന 40 വർഷം മുമ്പ് ഒരു ഇടിച്ചൽ ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. 40 വർഷം മുമ്പ് ഇടിഞ്ഞാണ്. അതിൻ്റെ ശേഷം നല്ല വീണത്.